എന്താ പോലീസ് ഇവിടെ? ആനന്ദകൃഷ്ണന്റെ മിസ്സിംഗ് കേസ് അന്വേഷിക്കാൻ വന്നതാ. ഒരാളെ കാണാനില്ല എന്നും പറഞ്ഞ് പരാതി കൊടുക്കുമ്പോൾ ആ പരാതി കൊടുത്തവന്റെ മാളത്തിലേക്കല്ല അന്വേഷിച്ചു വരേണ്ടത്. എവിടെ എങ്ങനെ അന്വേഷിക്കണമെന്ന് ഞങ്ങൾ നോക്കിക്കോളാം. പരാതിക്കാരന്റെ പത്തായത്തിലല്ല മച്ചുംപുറത്ത് വേണമെങ്കിലും ഞങ്ങൾ കയറി അന്വേഷിച്ചിരിക്കും. നിന്നെ ഉപദ്രവിച്ചോ മോനെ ഇയാള്? പത്തായത്തിലോ മച്ചുംപുറത്തോ അതോ ആകാശത്തിൽ ഏണി വെച്ച് വേണമെങ്കിൽ കയറി അന്വേഷിച്ചോ. പക്ഷേ അതിനൊക്കെ ഒരു നിയമമുണ്ട്. മതി മതി, അന്വേഷണത്തിന് തടസ്സം ഉണ്ടാക്കിയ വകുപ്പ് വേറെയാ. നിയമത്തിന് പ്രായവും പക്വതയൊന്നുമില്ല. ആരാ ഏമാനോട് നിയമത്തിന് പ്രായവും പക്വതയില്ലാന്ന് പഠിപ്പിച്ചത്? പ്രായം ഉണ്ടോ? പ്രായപൂർത്തിയാകാത്ത ഒരു കുട്ടിയെ ചോദ്യം ചെയ്യുമ്പോൾ അതിന് രക്ഷകർത്താക്കളുടെ അനുവാദം വാങ്ങി അവരുടെ കൺമുൻപിൽ വെച്ചായിരിക്കണം ചോദ്യം ചെയ്യേണ്ടത്. മാത്രമല്ല, കുട്ടിയുടെ മനസ്സിൽ ഒരു പോറൽ പോലും ഏൽപ്പിക്കാൻ പാടില്ല. കുട്ടിയെ ശാരീരികമായോ മാനസികമായോ പീഡിപ്പിച്ചാൽ അന്വേഷണ ഉദ്യോഗസ്ഥനെ തൊപ്പി ഒരു വീട്ടിൽ ചെന്നിരിക്കേണ്ടി വരും. നിങ്ങളെന്നെ നിയമമൊന്നും പഠിപ്പിക്കണ്ട. നിങ്ങളോ? നീ ഇങ്ങനെ ആകെ തകർന്നാലോ അരവിന്ദ്? എന്തിനാ ഇതിനെ നമ്മൾ നേരിട്ടല്ലേ പറ്റൂ? റോയെ നമ്മൾ എവിടുന്ന് കണ്ടെത്തു സുബോണ? ഇക്കാലത്രയും ഞാൻ ഒരു ടെൻഷൻ അനുഭവിച്ചിട്ടില്ല സുബോണ. ഏതൊരവസ്ഥയും നിസ്സാരമായിട്ട് മറികടന്നത് പരിഹരിക്കാൻ ഒരു അധികായനെ പോലെ ബ്രോ ഉണ്ടായിരുന്നു കൂടെ. വിഷമിക്കാതെ അരവിന്ദ്, ഞാനിപ്പോഴും ഉറച്ച വിശ്വാസത്തോടെ പറയുന്നു, ആനന്ദിനൊന്നും പറ്റില്ല. അവനിങ്ങ് വരും. കേസിന്റെ കാര്യമാണെങ്കിൽ അത് കൈവിട്ട് പോകുന്ന ലക്ഷണം സുബോണ. എനിക്കറിയാം. ആ DYSP പണ്ട് കള്ളനോട്ട് വെച്ച് നിന്നെ കൊടുക്കാൻ നോക്കിയതല്ലേ? അതെ. ആ കേസില് അമ്മ കുറച്ചു നാളായുള്ള സസ്പെൻഷനിൽ നിർത്തി. അയാളിപ്പോ അതിന്റെ പകയോടും തീർക്കുക. അതുകൊണ്ടാ എനിക്ക് സംശയം ഇപ്പോഴിതിന്റെയൊക്കെ പിന്നിൽ പ്രിയങ്ക ഉണ്ടോന്ന്. ദാസേട്ടന്റെ ഓപ്പോളില്ലേ ഇവിടെ? ഇല്ല, അക്ഷയ സെന്റർ വരെ പോയിരിക്കുക. അനിയൻ കൊണ്ടുന്ന ആധാർ കാർഡ് എടുക്കാൻ. നന്നായി. മേഡം ഇരിക്കേ. ഉപചാരങ്ങളൊന്നും വേണ്ട. കുടിക്കാൻ എന്തെങ്കിലും? നീ എനിക്ക് വിഷം തരില്ല എന്ന് ഞാനെങ്ങനെ വിശ്വസിക്കും? മാഡം, അന്നൊരു രാത്രിയിൽ നിന്റെ ഭർത്താവിനെ തിരക്കി നീ തൃച്ചംബരത്ത് വന്നപ്പോഴും നിന്റെ മുഖത്തൊരു ദൈന്യതയുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോ ഉള്ളിലെ പിശാചിനെ മറച്ചുവെച്ച് നീ എന്റെ മുന്നിൽ വിധേയത്വം അഭിനയിക്കുന്നു. ആധാർ കാർഡ് എത്ര സ്കാൻ ചെയ്താലും കാർഡിന്റെ ഉടമയുടെ മനസ്സ് നമുക്കറിയാൻ കഴിയില്ല. അതുപോലെ ചില മനുഷ്യരുടെയും. നീ ഇപ്പൊ ഭാര്യ മാത്രം. ഭാര്യ ഒരു രക്തബന്ധമല്ല. പക്ഷേ ആ ഭാര്യയാണ് എല്ലാ രക്തബന്ധങ്ങളുടെയും തുടക്കം, അടിസ്ഥാനം. മാഡം, ദേവി, ഇത് ഞാൻ പറയുന്നത് കൂടി ഒന്ന് കേൾക്കണം. ഈ കേസിന്റെ കാര്യമൊന്നും ഞാൻ അറിഞ്ഞതല്ല. എനിക്കറിയില്ല. അതൊക്കെ ഞാൻ അറിയാതെ. വേണ്ട. നീ നിരപരാധിയാവാൻ നോക്കണ്ട. മാഡം, കല്യാണി തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറയുന്നില്ല. ഒരിക്കലും പൊറുക്കാനാവാത്ത തെറ്റാ ഞാൻ മാഡത്തിനോട് ചെയ്തത്. പക്ഷേ ഇപ്പോഴും സ്നേഹം കൂടുതല് വലിയ കുഞ്ഞിനോടാണോ മാഡത്തിനോടാണോ എന്ന് ചോദിച്ച ഒരല്പ സ്നേഹം കൂടുതല് മാഡത്തിനോടാണെന്നേ എനിക്ക് പറയാൻ കഴിയും. ഇത് ഞാൻ 100 വട്ടം കേട്ടതാ. അതവിടെ നിൽക്കട്ടെ. ഇപ്പൊ ഞാൻ നിന്റെ മുന്നിൽ വന്നത് അപേക്ഷിക്കാനാ. ദിവസങ്ങളായി ഞാൻ എന്റെ മകനെ കണ്ടിട്ട് എന്റെ ഉള്ളൊരുകുകയാ. എന്റെ കുഞ്ഞിനെ ഒരു ദിവസം ഒരു പ്രാവശ്യമെങ്കിലും കണ്ടില്ലെങ്കിൽ എനിക്ക് ഭ്രാന്തായി പോവും. എനിക്കവനെ ഒരു പ്രാവശ്യമെങ്കിലും കാണിച്ചു തരണം. ഒരേ ഒരു പ്രാവശ്യം. സർക്കാർ രേഖകളിൽ അവരിപ്പോ മിസ്സിംഗ് ആയ ആനന്ദകൃഷ്ണന്റെ ഭാര്യയാണ്. ഹിന്ദു വിവാഹ നിയമപ്രകാരം നിങ്ങളുടെ മകൻ താലി കെട്ടിയ പെണ്ണ്.
എന്താ ഇൻസ്പെക്ടർ, ഞാൻ പറഞ്ഞ ശരിയല്ലേ? അതെ സർ, കല്യാണി ആനന്ദകൃഷ്ണന്റെ ഭാര്യ തന്നെയാണ്. കേട്ടില്ലേ? പഴയ പകയുടെ കണക്ക് തീർക്കാനുള്ള സമയമല്ലത്. മകനെ കാണാതെ തളർന്നിരിക്കുന്ന ഞങ്ങളെ വീണ്ടും മാനസികമായി തളർത്താൻ ഇറങ്ങി പുറപ്പെടുമ്പോൾ ഇത് തൃച്ചംബരമാണെന്ന് ഡിവൈഎസ്പി ഓർക്കുന്നത് നന്നായിരിക്കും. കൊള്ളാം. കൃത്യനിർവഹണത്തിന് തടസ്സം വരുത്തിയെന്ന വകുപ്പ് ചുമത്താൻ ഈ ഒരു കാര്യം മാത്രം മതി. അന്വേഷണ ഉദ്യോഗസ്ഥനെ പേടിപ്പിക്കുക. ഭീഷണി വേണ്ട. ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ലീഗൽ അഡ്വൈസർമാരായി ശമ്പളം വാങ്ങുന്ന വക്കീലന്മാരുടെ എണ്ണം 44. സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ ചുമത്താവുന്ന വകുപ്പുകളെല്ലാം ചുമത്തിയിട്ട് ഡിവൈഎസ്പിക്ക് പോവാം. പണ്ട് മഹാതാപസനായ ഭൃഗു മഹർഷി സന്താനഭാഗ്യത്തിനു വേണ്ടി ഭഗവാൻ ശിവനെ തപസ് ചെയ്തു. ഭഗവാൻ ഏറെ താമസിയാതെ മഹർഷിക്ക് മുന്നിൽ പ്രത്യക്ഷനായി. അല്പായുസും ബുദ്ധിമാനുമായ മകന് വേണോ, ദീർഘായുസും അല്പബുദ്ധിയുമായ മകന് വേണോ എന്ന് ചോദിച്ചു. മഹർഷി ആവശ്യപ്പെട്ടത് അല്പായുസും ബുദ്ധിമാനുമായ മകനെയാണ്. എവിടെ? എന്റെ മുന്നിൽ ഒരു ഭഗവാനും പ്രത്യക്ഷപ്പെട്ടില്ല. ഞാൻ ആരോടും അല്പായുസുള്ള മകനെ വരവായി ചോദിച്ചിട്ടുമില്ല. ചോദിക്കാതിരിക്കാൻ കഴിയാത്തതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. എനിക്കൊരു ഉത്തരം തരണം. എന്റെ മോളെ കാണാനില്ല. അവനവിടെ ആനന്ദിന്റെ മിസ്സിംഗിൽ നിനക്കെന്തെങ്കിലും പങ്കുണ്ടോ? അവനെ ഞാനറിയാതെ നീ എവിടെയെങ്കിലും ഒളിപ്പിച്ചിട്ടുണ്ടോ? അഖില, എല്ലാ ദുരന്തങ്ങളുടെ പിന്നിലും ഒരു നിമിഷത്തെ നശിച്ച ചിന്തയുടെ കണക്ക് പറയാനുണ്ടാവും. ചിലർ അതിന് അഭിമാനമെന്നോ ദുരഭിമാനമെന്നോ അഹന്തയെന്നോ പ്രതികാരമെന്നോ ഒക്കെ പല പേരിട്ട് വിളിക്കും. തെറ്റ് ചെയ്തവർ ഏറ്റവും പ്രിയപ്പെട്ടവരാണെങ്കിൽ ഒരുപക്ഷെ ആ തെറ്റുകളെല്ലാം മറന്ന് ചേർത്ത് പിടിക്കും നമ്മൾ. പരിചയമില്ലാത്ത നമ്പറാണല്ലോ. ഹലോ. എന്റെ പേര് കേൾക്കുമ്പോ സ്വാഭാവികമായും ഒരു അപ്രിയം തോന്നിയേക്കാം. പക്ഷേ എന്നെ ഒരു ശത്രുവായിട്ട് കണക്കാക്കരുത്, മിത്രമായിട്ട് കരുതിയാ മതി. നിങ്ങളാരാ? പറയാം. അതിനു മുമ്പ് എനിക്ക് സംസാരിക്കാനുള്ളത് ആനന്ദിനെ കുറിച്ചാണ്. കുറിച്ചോ? അതെ, കാണാതായ തൃച്ചംബരത്തെ ആനന്ദകൃഷ്ണനെ കുറിച്ച്. കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? പറയാം. അതിനു മുമ്പ് ഒരു കാര്യം പറയട്ടെ. ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ മറ്റാരും അറിയാൻ പാടില്ല. മനസ്സിലായല്ലോ? അനുജനോ അവിടെയുള്ള ഓപ്പോളമ്മയോ അറിയരുതെന്ന്. നിങ്ങളാരാ? ഞാൻ നാഗമടത്ത് ഗിരിരാജവർമ്മ. നിങ്ങളോ? അതെ, ഞാൻ പറഞ്ഞല്ലോ മോളെ, എന്റെ പേര് കേൾക്കുമ്പോൾ നിനക്ക് അപ്രിയമുണ്ടാവുമെന്ന്. ആനന്ദിനെ സംബന്ധിക്കുന്ന ചില കാര്യങ്ങൾ എനിക്ക് മോളോട് പറയാനുണ്ട്. അമ്മയെ ധിക്കരിച്ച പുത്രനോട് ക്ഷമിക്കാനും അവരെ വെറുതെ വിടാനും അഖില തയ്യാറായിരുന്നില്ല. കുഞ്ഞെ, ഇനി ഞാൻ പറയാൻ പോകുന്നത് മോൾക്കൊരിക്കലും സഹിക്കാനോ താങ്ങാനോ ആവാത്ത കാര്യങ്ങളാണ്. പക്ഷേ
സത്യം നീ മുൻകൂട്ടി അറിഞ്ഞേ പറ്റൂ. ആ സത്യത്തിന് മുന്നിൽ നീ തളർന്നു പോകരുത്. ആനന്ദിനെ ദുരഭിമാനം തലക്കി പിടിച്ച് തൃച്ചംബരത്തെ അഖിലാണ്ടേശ്വരി തന്നെ കൊന്നതാ. വെറുതെ പറയുന്നല്ല. ഈ രാത്രിയിൽ ഔട്ട് ഹൗസിന്റെ മുറ്റത്ത് വന്ന് കാത്തുനിന്ന് തൃച്ചംബരത്തെ വെറും ബാല്യക്കാരിയായ ഒരു പെണ്ണിനോട് രാജഭരണം ഉണ്ടായിരുന്നുവെങ്കിൽ നാടുവാഴേണ്ടിയിരുന്ന ഈ ഗിരിരാജവർമ്മ ഇത് പറയണമെങ്കിലേ അതിന് വ്യക്തമായ തെളിവുകൾ ഉള്ളതുകൊണ്ട് തന്നെയാണ്. കുഞ്ഞു കൈയെടുത്ത് തൊഴുന്ന അഖിലാണ്ടേശ്വരി എന്ന ദേവിയുടെ ഭദ്രകാളി രൂപം കുഞ്ഞു കണ്ടിട്ടുണ്ടോ? ഞാൻ പറഞ്ഞല്ലോ, ഇന്നും ഡിവൈഎസ്പി തൃച്ചംബരത്ത് വന്നിരുന്നു. വെറും കൈയോടല്ല, ആനന്ദിന്റെ പേഴ്സും മൊബൈലും കണ്ടെടുത്തിട്ടുള്ള വരവായിരുന്നു. അതെ, മരണക്കയമൊരുക്കി കുത്തിയൊഴുകുന്ന പുത്തനാറിന്റെ കരയിൽ നിന്നും കണ്ടെടുത്ത ആനന്ദിന്റെ പേഴ്സും മൊബൈലുമായി ആനന്ദ് ഏതായാലും ആത്മഹത്യ ചെയ്യില്ല. ആത്മഹത്യ ചെയ്തിരുന്നുവെങ്കിൽ ബോഡി ഇതിനകം കരക്കടിഞ്ഞേനെ. അപ്പോ പിന്നെ കല്ലിക്കെട്ടി താഴ്ത്തിയതാവും. അതാര്? അതുപോലെ എനിക്കെന്റെ വല്യൂഞ്ഞിനെ നഷ്ടപ്പെട്ട ഞാൻ വരും ഇടിമിന്നൽ വേഗത്തിൽ. നിങ്ങൾ പടുത്തുയർത്തിയ ദുരഭിമാനക്കോട്ട ചുട്ടിരിക്കാൻ. ഇത് തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിയുടെ മൂത്ത മരുമകളുടെ വാക്കാ. പാലിക്കപ്പെടുന്ന വാക്ക്, പാലിക്കപ്പെടുന്ന വാക്ക്. പ്രിയങ്കെ, ഗിരിരാജവർമ്മ എന്ന സിംഹം കല്യാണിയുടെ മുന്നിൽ സത്യങ്ങൾ വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ അത് വിശ്വസിക്കുന്നുള്ളത് 100% ഉറപ്പാ. അത് മാത്രമല്ല ആന്റി, അത് കേട്ടുകഴിഞ്ഞ് കല്യാണി അഖിലയ്ക്ക് നേരെ നേർക്ക് നേർ പാഞ്ഞിട്ടുണ്ടാവും. നാളെ കാരാഗ്രഹത്തിൽ അടയ്ക്കാൻ പോകുന്ന അഖിലയ്ക്ക്, അവിടെ നിന്നും ശാരീരിക പീഡനം ഏറ്റുവാങ്ങാൻ പോകുന്ന അഖിലാണ്ടേശ്വരിക്ക് കല്യാണിയുടെ വക മാനസിക പീഡനം കൂടി. എന്ത് വിധിയാ ശ്രീയേട്ട ഇത്? ഇതിന് വിധിയെന്ന് വിളിക്കാൻ പാടുണ്ടോ പ്രിയങ്ക? ഒരു തരത്തിൽ ചതിയല്ലേ ഇത്? നമ്മൾ ഒരുക്കിയ ചതിക്കുഴി. തൃച്ചംബരത്തെ തണൽ വൃക്ഷം കടപുഴകിയാൽ മാത്രം പോരാ, തൊടിയിലെ ഈ ചെമ്പരത്തി കൂടി കരിഞ്ഞുണങ്ങണം. എന്നാലേ എന്റെ മനസ്സിലെ കനലൊന്നടങ്ങും. അല്ല, നീ എന്താ രാവിലെ സെറ്റ് മുണ്ടൊക്കെ എടുത്ത് അമ്പലത്തിൽ പോയോ? ഇന്നൊരു സ്പെഷ്യൽ പൂജ ഉണ്ടായിരുന്നു. സ്പെഷ്യൽ പൂജയോ? ഇന്ന് വല്ല പ്രത്യേകതയുണ്ടോ? ഇന്നല്ലേ? ഇന്നല്ലേ? എന്താ നീ നിർത്തിക്കളഞ്ഞത്? അത് ഇന്ന് അമാവാസിയാ. അമാവാസിക്ക് എന്താ സ്പെഷ്യൽ പൂജ? അത് പിന്നെ അമാവാസിക്ക് പൂർണ്ണചന്ദ്രന്റെ പ്രീതി കിട്ടാനുള്ള പൂജയാ. അമാവാസിക്ക് പൂർണ്ണചന്ദ്രൻ.
ഹലോ ആന്റി, പ്രിയങ്കയാ തൊലഞ്ഞു. ഹലോ, ഇത് സഹദേവൻ അങ്കിളുടെ ശബ്ദമാണല്ലോ. കേൾക്കാമോ? ഇതെപ്പോ അവതരിച്ചു? ഇന്നലെ രാത്രി അവതരിച്ചതേ ആന്റിയുടെ ഭർത്താവായിട്ടല്ല, ആന്റിയുടെ കാലനായിട്ട്. ഹലോ, ആരാടി പ്രിയങ്ക? അതങ്ങളെ നമ്മുടെ ചോദിച്ചത് കേട്ടില്ലേ? ആരാണ് ഈ പ്രിയങ്ക? അതെ, ബ്യൂട്ടി പാർലർ നടത്തുന്ന പ്രിയങ്കയാ. എന്റെ ഹെയർ ഒന്ന് കട്ട് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. രാവിലെ വിളിച്ച് ചോദിച്ചിട്ടേ വരാവൂന്ന് പറഞ്ഞിരുന്നേ, അതാ വിളിച്ച. ശരിയാ. ബ്യൂട്ടി പാർലർ നടത്തുന്ന പ്രിയങ്ക. പിന്നെന്തിനാ അവള് മിണ്ടാതെ ഫോൺ കട്ട് ചെയ്തത്? ശരി, ഞാനേ അങ്ങോട്ടൊന്ന് വിളിച്ചു നോക്കട്ടെ. അയ്യോ, അങ്ങനെ ആന്റിയുടെ കാര്യത്തിലൊരു തീരുമാനമായി. അയ്യോ, ആന്റി പോലീസ് എത്തി. പോലീസ് എത്തിയെന്നോ? നീ അവരെ പ്രതീക്ഷിച്ച പോലെ ഉണ്ടല്ലോ. അയ്യോ ഇല്ല. ആന്റി, വേഗം നമ്പർ ഡിലീറ്റ് ചെയ്യ്. പോ. സർ, ഇന്ന് തൃശ്ശംബരത്തെ അഖിലാണ്ടേശ്വരി മാഡത്തിന്റെ അറസ്റ്റ് ഉണ്ടാവൂ സർ? അല്ലാതെ സർക്കാർ ചെലവിൽ വരുന്നുണ്ടെന്നല്ലോ ഞങ്ങളെല്ലാവരും കൂടി ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. സർ, അപ്പോ അറസ്റ്റ് ഉറപ്പ് തന്നെയാണ് എന്നല്ലേ സർ? ഇതിപ്പോ ലൈവ് ഒന്നും അല്ലല്ലോ അല്ലേ? അല്ല സർ. നിങ്ങൾ മീഡിയക്കാര് ഇത്രയും പേരെ ഉള്ളോ കേരളത്തില്? ഇല്ല സർ, അവരെല്ലാം വന്നോണ്ടിരിക്കുക. സർ, പുത്തനാറിൽ നിന്ന് കണ്ടെടുത്ത അസ്ഥികൂടം കാണാതായി പോയ വ്യവസായ പ്രമുഖൻ ആനന്ദകൃഷ്ണന്റെ തന്നെയാണെന്ന് ഉറപ്പിച്ചോ? കാണാൻ പോകുന്ന പൂരം കണ്ടറിഞ്ഞാ പോരെ. ഏതായാലും നിങ്ങൾ പുറത്ത് വെയിറ്റ് ചെയ്യൂ. തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിയെ അറസ്റ്റ് ചെയ്തുകൊണ്ടുവരുന്നത് ലൈവ് തന്നെ ആയിരിക്കണം, എല്ലാ ചാനലുകളിലും. ഷുവർ സർ. സർ, അഖിലേണ്ടേശ്വരി അല്ലാതെ മറ്റേതെങ്കിലും കൂട്ടുപ്രതികൾ? ഇൻസ്പെക്ടർ. സർ, മതി മതി മതി. പറയാനുള്ളതൊക്കെ സാറ് പറഞ്ഞു കഴിഞ്ഞല്ലോ. ബാക്കി ചോദ്യങ്ങളൊക്കെ ഇനി തിരിച്ചു വരുമ്പോ മാറിക, പുറകിലോട്ട് മാറുക, മാറിക. ബഹുമാനപ്പെട്ട അഖിലാണ്ടേശ്വരി മാഡം ഇതുപോലൊരു ഇണ്ടാസ് കാണിച്ചെന്നെ മടക്കി അയച്ചില്ലേ? ഒരു ആന്റിസിപ്പേറ്ററി ബെയിൽ, മുൻകൂർ ജാമ്യം. ആ മുൻകൂർ ജാമ്യം റദ്ദാക്കിക്കൊണ്ടുള്ള കോർട്ട് ഓർഡറായത്. ഒരർത്ഥത്തിൽ പറഞ്ഞ ഈ പ്രമുഖയെ അറസ്റ്റ് ചെയ്യാനുള്ള കോടതിയുടെ അനുമതി. നന്നായിട്ടൊന്ന് വായിച്ചു പഠിക്കും മാഡം. സംശയമുള്ള ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ അവർക്കും കൂടി വായിച്ചു പഠിക്കാം. എനിക്ക് എന്താ, ഞങ്ങളുടെ കസ്റ്റഡിയിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ കൊന്നതും കരിച്ചതും മുക്കിയതും പടിപടിയായിട്ട് ഇങ്ങോട്ട് വന്നോളും. ഈ പോലീസിന് മൂന്നാം മുറയൊക്കെ ഇല്ലെന്ന് പറയുന്നത് വെറുതെയാ. തെളിയാത്ത കുറ്റം തെളിയിക്കാൻ ഞങ്ങൾ ചിലപ്പോഴൊക്കെ അതൊക്കെ എടുത്തിട്ട് പയറ്റും.
അയ്യോ സാർ, എന്റെ ചേച്ചിയെ കൊണ്ടുപോകരുത്. ചേച്ചി ഒരിക്കലും ഞങ്ങളുടെ ആനന്ദിനെ കൊണ്ട് പുത്തനാറിൽ കെട്ടി താഴ്ത്തില്ല സാർ. വിലാസിനി, എന്താണോ സർ? ഇനി പ്രത്യേകം പറയണോ? അറസ്റ്റ് ചെയ്യടോ. ശരി, അണിയാനുള്ള ആഭരണം ഇല്ലേ കയ്യിൽ? ഉണ്ട് സർ. മിസ്റ്റർ ഡിവൈഎസ്പി, ഇതിന് നിങ്ങൾ വലിയ വില കൊടുക്കേണ്ടി വരും. യു ഷട്ട് അപ്പ്. മര്യാദയ്ക്ക് നിന്നില്ലെങ്കിൽ ചേട്ടത്തിയുടെ കൂട്ടുപ്രതിയാക്കി എടുത്ത അകത്തിടും ഞാൻ. എന്നിട്ട് നിങ്ങൾ ഏത് കേസ് ചാർജ് ചെയ്യും എന്റെ പേരിൽ? തൃച്ചംബരത്തെ ആനന്ദകൃഷ്ണനെ ദുരഭിമാനത്തിന്റെ പേരിൽ കൊല ചെയ്ത 2ാം പ്രതി. ഇനി സാറിന് സെക്ഷൻ കൂടി പറഞ്ഞുതരാം. കൊലപാതകം IPC 302. കൊള്ളാം. തൃച്ചംബരത്ത് ആനന്ദകൃഷ്ണനെ കൊന്നതില് 2ാം പ്രതി. എന്താ സംശയമുണ്ടോ? സംശയോ? ഒരിക്കലും നടക്കാത്ത കാര്യത്തിന് ഞാൻ എന്തിന് സംശയിക്കണം? അപ്പോ തൃച്ചംബരത്ത് ആനന്ദകൃഷ്ണൻ കൊല്ലപ്പെട്ടെന്ന് നിങ്ങൾ അങ്ങ് ഉറപ്പിച്ചു? നോ ഡൗട്ട്, ഇറ്റ്സ് എ ക്ലിയർ മർഡർ. നോ മിസ്റ്റർ ഡിവൈഎസ്പി, യു ആർ റോങ്. ആബ്സല്യൂട്ട്ലി റോങ്. ജീവനോടെയുള്ളയാൾ കൊല്ലപ്പെട്ടുവെന്ന് കള്ളക്കേസ് ചമച്ച നിങ്ങളാണ് യഥാർത്ഥ കുറ്റവാളി. വാട്ട് യു മീൻ? എക്സാക്ട്ലി വാട്ട് ഐ സെഡ്. ആനന്ദ്, തൃച്ചംബരത്ത് ആനന്ദ് കൃഷ്ണ, തൃച്ചംബരത്ത് ആനന്ദ് കൃഷ്ണ. ഇറങ്ങി വാ, ഇറങ്ങി വാ. സഹദേവ, എന്ത് സദുദ്ദേശത്തോടു കൂടിയാണ് ഇത് ചെയ്തതെങ്കിലും ഇത് കടന്ന കൈയായിപ്പോയി. ഏട്ടൻ എന്നോട് ക്ഷമിക്കണം. എനിക്കറിയാം ഇതല്പം കടന്നുപോയെന്ന്. ആനന്ദ് കാര്യങ്ങളൊക്കെ പറയും. അപ്പോ ഏട്ടന്റെ ഈ പരാതികളൊക്കെ മാറും. ഞാൻ ഇന്ന് തന്നെ ദുബായിലേക്ക് മടങ്ങും. എന്നാലും മോനെ, കൂട്ടിക്കെട്ടി വെച്ചിരിക്കുന്ന ഹൃദയമല്ലടാ എനിക്ക്. പെട്ടെന്ന് തൃച്ചംബരത്തിന്റെ ഭരണം കിട്ടുമെന്ന് മോഹിച്ചു പോയ വിലാസിനി ആന്റിക്ക് ആനന്ദിന്റെ തിരിച്ചുവരവ് ഒരു ഷോക്കായി അല്ലേ? അമ്മയും മകനും തീർന്നു കിട്ടിയാലേ തൃച്ചംബരത്ത് ഭരണം പിടിക്കാൻ പറ്റൂ. അതിന് ആനന്ദ് അവസാനിക്കണമായിരുന്നു. ആന്റി, ലോകത്തൊരിടത്തും ഒരു ഭരണാധികാരിക്കും വെറുതെ കിട്ടിയതല്ല രാജ്യവും അധികാരങ്ങളും ഒക്കെ. സ്വപ്നം കണ്ടവർ അവരവരുടെ ബുദ്ധിയും ശക്തിയും കൊണ്ട്, കായിക ബലവും കൊണ്ട് വെട്ടിപ്പിടിച്ചത് അധികാരം. ചത്തൊടുങ്ങാത്തത് കൊണ്ടായിരിക്കും തൃച്ചംബരത്തിന്റെ അധികാരം ആന്റിയുടെ കൈകളിലേക്ക് വന്നെത്താൻ ഒരു കാലതാമസം. പക്ഷേ ആ സമയം അടുത്തെത്താറായി. 3 ദിവസത്തിനകം അഖില വീഴും. ഏത് ഗരുഡ വ്യൂഹത്തെയും തകർത്ത് നാഗമടത്തെ അഗ്നിസർപ്പങ്ങളുടെ പിൻബലത്തോടുകൂടി തൃച്ചംബരത്ത് വിലാസിനിയുടെ പട്ടാഭിഷേകം നടക്കും. ധൈര്യമായിട്ട് പൊയ്ക്കോ.
ആന്റി, ഇനി 2-3 ദിവസം അഖിലയ്ക്ക് മുടങ്ങാതെ സ്ലോ പോയ്സൺ കൊടുക്കുമ്പോ ആന്റിയുടെ സിംഹാസനത്തിലേക്കുള്ള വഴി തെളിയും. ആന്റി ധൈര്യമായിട്ട് പൊയ്ക്കോ. സിംഹാസനത്തിലിരിക്കും, ഒരു നോക്കുകുത്തിയെ പോലെ. അത് കഴിയുമ്പോ കൊട്ടാരത്തിന്റെ തൂണുകൾ ഇളകി ഒന്നാകെ വീണൊടുങ്ങും തൃച്ചംബരം. ചായ. അതെ, നിന്റെ ഈ ചായ കുടി കാരണ ഈ തടി ഇങ്ങനെ കൂടിക്കൂടി വരുന്നത്. ഓ പിന്നെ ഒരു ചായ കുടിച്ച തടിയൊന്നും കൂടത്തില്ല ചേച്ചി. ചേച്ചി വലിയൊരു സ്കൂട്ടർ കണ്ടില്ലല്ലോ, അത് കാണുമ്പോ ഒന്ന് ഞെട്ടും. എന്താണൊരു ആംഗ്യ ഭാഷ? ചേച്ചി അനിയനും ഭയങ്കര സന്തോഷത്തിലാണല്ലോ. സന്തോഷത്തിന് 1-2 കാര്യങ്ങളുണ്ട് വല്യഞ്ഞ്. അതെന്താ നീ ഇങ്ങോട്ടാ 1-2 കാര്യങ്ങള്? എന്താ കല്യാണി? അത് ഒന്നാമത്തെ കാര്യം വല്യഞ്ഞ് തിരിച്ചു വന്നില്ലേ, അതാ. രണ്ടാമത്തെ കാര്യം അതൊരു സർപ്രൈസാ വല്യഞ്ഞ്. സർപ്രൈസോ? വല്യഞ്ഞ് വാ. അനികൂട്ട അനികൂട്ട കാര്യം എന്താണെന്ന് പറ. ആദ്യം വല്യുഞ്ഞ് കണ്ണടക്കി. കണ്ണടയ്ക്കാനോ? അടക്കി. വാ. അനികൂട്ട, നീ ഇത് എവിടേക്കാ കൊണ്ടുപോകുന്നേ? ഇവിടെ ഒരു കൈവരി ഉണ്ടായിരുന്നല്ലോ. എവിടേക്കാ നീ എന്നെ കൊണ്ടുപോകുന്നേ? ഇനി കണ്ണു തുറന്നു നോക്ക് വല്യഞ്ഞ്.